നമസ്കാരം. ആദ്യമായി ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അവസരം കേൾക്കാനെത്തിയ നിങ്ങൾക്ക് ഒരു ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ ഷാ യൂണിവേഴ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പതാ പറഞ്ഞുതരാം. 1920കളിൽ ഒരു സാധാരണ ഫാമിലിക്ക്, നല്ലൊരു ഫാമിലിക്ക് ജീവിക്കാൻ ₹1 മതിയായിരുന്നെങ്കിൽ അത് ഓരോ 20 വർഷം കൂടുമ്പോഴും ആ ഒന്നിൻ്റെ അപ്പുറത്തേക്ക് ഓരോ പൂജ്യവും കയറി 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 വന്ന് ഏകദേശം ഇന്ന് 2020 കാലഘട്ടം എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആവറേജ് ഫാമിലിക്ക് നല്ല വീട്, നല്ല ഒരു കാറ്, ഒരു വെക്കേഷൻ വരുന്ന സമയത്ത് ഫാമിലിയുമായിട്ട് ഒരു യാത്ര, അതിലുപരി ഒരു പ്രോഗ്രാം വീട്ടിൽ വരുമ്പോൾ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാത്ത ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മിനിമം ₹1,00,000 ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റും നല്ല രീതിയിൽ, അങ്ങനെ തന്നെ പറയാം. അതേസമയം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 2040 എത്തുമ്പോൾ എക്കണോമിസ്റ്റുകളുടെ പ്രഡിക്ഷൻ പ്രകാരം 2040 ഒരു പൂജ്യം കൂടെ അപ്പുറത്തേക്ക് വരും. ദാറ്റ് മീൻസ് 10 lakh rupees, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2040 കാലഘട്ടങ്ങളിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്ന തൊഴിൽ വെച്ചോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി വെച്ചോ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത്. സോ നമ്മുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ലൈഫിനെ മാറ്റിമറിക്കണമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇന്ന് പോകുന്ന അതേ റൂട്ടിൽ പോവാണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് ഈ ഒരു അവസരം. എസ്പെഷ്യലി ഇവിടെ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, ലോകത്തെ നമ്പർ 1 സാമ്പത്തിക വിദഗ്ധൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്ന തിയറിയാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന 2 കാറ്റഗറി ഇന്ന് ലോകത്തുണ്ട്. അതേസമയം ബിസിനസ്മാൻ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി കൂടി ഉണ്ട്. ഈ 2 കാറ്റഗറി ഒന്ന് ലെഫ്റ്റ് ക്വാഡ്രന്റ് ആയിട്ടും റൈറ്റ് ക്വാഡ്രന്റ് ആയിട്ടുമാണ് അവർ ആ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. വളരെ സിമ്പിളാണ്. 90% ആളുകളും ലോകത്ത് ഈ ഒരു ലെഫ്റ്റ് ക്വാഡ്രന്റിലാണ്. 10% ആളുകൾ മാത്രമേ, 10%ത്തിൽ താഴെ ആളുകൾ മാത്രമേ ഈ റൈറ്റ് ക്വാഡ്രന്റിലുള്ളൂ. ഇവരുടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവർ ജോലി ചെയ്യുമ്പോൾ വരുമാനം കിട്ടുന്നു, ഇവർ ജോലി ചെയ്തിട്ടില്ലെങ്കിലും വരുമാനം വാങ്ങുന്നു. കാരണം ഇവർക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് റെഡിയാണ്. പക്ഷേ സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ സമ്പത്തിൻ്റെ 90% കിടക്കുന്നത്, ആവറേജ് 90% കിടക്കുന്നത് ഈ ബിസിനസ്മാരുടെ കയ്യിലും ബിസിനസ്മാൻമാരുടെ കയ്യിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. സോ നമ്മളെ പോലെയുള്ള പല പല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കോടീശ്വരന്മാരായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളിലൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ പറയാറുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അവർ ഒരു സ്വിച്ച് ചെയ്ത് മാറാൻ വേണ്ടി വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടാവും, ചിലപ്പോൾ അറേഞ്ച് ചെയ്തിട്ടാവും വന്നിട്ടുണ്ടാവും. നമ്മളെ സമയത്തോളം ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഞാനും നിങ്ങളും ഒരു ₹1,00,000 മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം? ₹1,00,000 ഇന്നത്തെ കാലത്ത് മന്ത്ലി കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു 20 ലക്ഷമോ 30 ലക്ഷമോ 40 ലക്ഷമോ എത്രയോ മുടക്കേണ്ടി വരും. അങ്ങനെ മുടക്കിയാൽ പോലും സക്സസ് റേഷ്യോ എത്ര ശതമാനമാണ് എന്ന് അറിയണമെങ്കിൽ നാട്ടിൽ കട നടത്തുന്ന, ഷോപ്പ് നടത്തുന്ന ബിസിനസ്മാൻമാരോട് ചോദിച്ചാൽ മതി. സോ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസ്സിലും അവരവരുടെ പാഷൻ, എഫേർട്ടിൻ്റെ ഒക്കെ തൽഫലമായിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിന്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ, ₹1 പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ബിസിനസ് അവസരം. ദാറ്റ് ഈസ് ഡിറക്റ്റ് സെല്ലിംഗ്. ഡിറക്റ്റ് സെല്ലിംഗ് എന്ന് കേൾക്കുന്ന സമയത്ത് ഈ ഡിറക്റ്റ് സെല്ലിങ്ങിൽ തന്നെ വെരി സിമ്പിളായിട്ട് ഞാൻ പറയാം. എന്താണ് ഡിറക്റ്റ് സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 തരം മാർക്കറ്റിംഗ് രീതിയാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി, 2 ഡിറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് രീതി. ഡിറക്റ്റ് സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരി സിമ്പിൾ, കമ്പനി ടു കസ്റ്റമർ. നമ്മൾ നോർമലി ഒരു സോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരിക്കലും നമുക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് എത്തുന്നില്ല, അതാണ് ട്രഡീഷണൽ. പക്ഷേ നമ്മൾ അടുത്തുള്ള ഒരു നായരേട്ടൻ്റെ കടയിലോ മമ്മക്കാൻ്റെ കടയിലോ പോയിട്ട് സാധനം വാങ്ങുന്നു.
അവരോ ഒരു ഹോൾസെയിലറുടെ അടുത്ത് പോകുന്നു, വാങ്ങുന്നു. ആ ഹോൾസെയിലറോ അതിൻ്റെ മേലൊരു ഡിസ്ട്രിക്ട് വൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, അതിൻ്റെ മേലേക്ക് ഒരു സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, പിന്നെ C&F ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞാണ് കമ്പനി. അപ്പോൾ ഇവിടെ ഇടനിലക്കാർക്ക് വലിയൊരു എമൗണ്ട് പോകുന്നുണ്ട്, പ്ലസ് അഡ്വർടൈസ്മെൻറ്റിന് വലിയൊരു എമൗണ്ട് പോകുന്നുണ്ട്, പരസ്യത്തിന്. ഇതൊക്കെ നമ്മളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് വല്ല ബെനിഫിറ്റും ഉണ്ടോ? പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, കമ്പനി ടു കസ്റ്റമർ. കമ്പനി ടു കസ്റ്റമർ. അങ്ങനെ കമ്പനി ടു കസ്റ്റമർ വരുന്ന സമയത്ത് ഇടനിലക്കാർക്ക് പോകുന്ന ഫണ്ട് ഇവിടെ ഉണ്ട്. ഇതൊരിക്കലും കമ്പനി അല്ല എടുക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആരും ആയിക്കൊള്ളട്ടെ, ഇവിടെ വിദ്യാഭ്യാസം നോക്കാണ്ട്, ലൈഫിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കാണ്ട്, ജെൻഡർ ഏതാന്ന് നോക്കാണ്ട് ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാം. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നമുക്കും ഒരു ഓൺട്രപ്രണർ ആവാം. വിതൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്, സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഓൺട്രപ്രണർ ആവാനുള്ള ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ തന്നെ 2 ടൈപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കറിയാം, എല്ലാത്തിലും നല്ലതുമുണ്ട് ചീത്തതുമുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ 2 ടൈപ്പാണ്. ഒന്ന് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന കമ്പനികൾ, പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത കമ്പനി. 2 മണി മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പനീസ്. ഇത് തമ്മിലൊരു വ്യത്യാസം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾക്ക് മാത്രമേ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ട് ഇന്ന് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം, അതായത് ഒരുപാട് ലെയറിലേക്ക് ഇൻകം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരിക്കലും മണി മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ട് വരുന്ന, അവിടെ പണം മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കമ്പനികൾ ഒരിക്കലും ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ല. 2, ഏൺ മണി, നമുക്ക് പണം സമ്പാദിക്കാൻ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളും ഓക്കെയാണ്. അതേസമയം മണി മാത്രം സർക്കുലേറ്റ് ചെയ്യുന്ന കമ്പനികളും ഓക്കെയാണ്. പക്ഷെ അതേസമയം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയിൽ. ഈ ഒരു സിസ്റ്റം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിയമിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കേഷൻ ഈ കമ്പനികളിൽ, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ചില കമ്പനികളിൽ മാത്രം ഗിഫ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടും. ആ സർട്ടിഫിക്കേഷൻ കിട്ടുന്നുവെങ്കിൽ ആ കമ്പനിയെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ മണി മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഒരിക്കലും ഗുലാത്തി ലൈസൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കില്ല. ഓക്കെ, ദെൻ യൂണിയൻ. ഒരുപാട് പാർട്ടികളുടെ യൂണിയനുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി. പക്ഷേ ഈ ഒരു യൂണിയനുകൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ മണി മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നിടത്ത് ഒരിക്കലും ഈ ഒരു പാർട്ടി യൂണിയനുകൾ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് യൂണിയന് പോലും മോശമാണ് എന്നുള്ളതാണ്. ലാസ്റ്റ്, പീസ്ഫുൾ, മനസ്സമാധാനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ മനസ്സമാധാനം ഗ്യാരണ്ടി. കാരണം കമ്പനിക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാശ് കൊടുക്കും. നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ പോലും അവർക്ക് പ്രൊഡക്റ്റ് കിട്ടി, സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് മണി മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ന് വരെ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നടന്നിട്ടില്ല. 19 വർഷം പഴക്കമുള്ള ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. 50 വർഷത്തിലേറെയായിട്ട് പല രാജ്യങ്ങളിലും 100-ലധികം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇനി ലാസ്റ്റ് ഒറ്റ കാര്യം കൂടെ, ലൈഫ് ലോങ് റൺ ചെയ്യുമോ? തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ലൈഫ് ലോങ് റൺ ചെയ്യും. ഇന്ന് ഇന്ത്യയിൽ തന്നെ 20 വർഷത്തിലധികമായ നിരവധി കമ്പനികളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ 30, 40, 50 വർഷമായ കമ്പനികളുണ്ട്. മണി റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് എന്തില്ല? ലൈഫ് ഇല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ഫാമിലിയും അല്ലെങ്കിൽ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നാളെ തലകുനിക്കേണ്ട ഗതികേട് വരും. പക്ഷേ ഇനി നമുക്കൊക്കെ അഭിമാനിക്കാം, ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഒരു പുതിയ നിയമം അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഒരുക്കാൻ പോകുന്നു. വിത്തിൻ 2025 സ്റ്റാർട്ടിങ്ങോടുകൂടി ഇവിടെ മണി റൊട്ടേഷൻ മാത്രം ചെയ്യുന്ന കമ്പനികളെ തുടച്ചു നീക്കി ഗവൺമെൻറ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ പോവുകയാണ്. പണ്ട് APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ 21st സെഞ്ച്വറി എന്ന് പറയുന്നത്
ആ 21st സെഞ്ച്വറി ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ നല്ല കാലമാണ് എന്ന് പറഞ്ഞത് 2025 കൂടി സാക്ഷാത്കരിക്കാൻ നമ്മൾ പോവാണ്. സോ ആ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുക. എനിവേ, ഒരു കമ്പനി ഡയറക്ട് സെല്ലിങ്ങിൽ ഒരുപാട് സൂപ്പർ കമ്പനീസ് ഉണ്ട്. നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 1000കണക്കിന് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്. അതിൽ ലിസ്റ്റിങ്ങിൽ ഏർപ്പെട്ട 500-ലധികം കമ്പനികൾ, അതായത് ഗവൺമെൻറ്റിന് കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്ത 500 above കമ്പനീസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 P's നോക്കണം. അതിൽ ഒന്നാമത്തെ P പ്രൊഫൈലാണ്, 2 പ്രോഡക്ട്സ് ആണ്, 3 പ്ലാൻ ആണ്, 4 പില്ലേഴ്സ്, 5 പ്രോജക്ട്സ്. ഈ സംഭവങ്ങളിൽ എത്ര പെർസെൻറ്റേജ് മാർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചൂസ് ചെയ്ത കമ്പനി പ്രൊഫൈൽ ഓറിയൻറ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം, പ്രോഡക്ട്സ് ബെസ്റ്റ് ആണോ നോക്കണം. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേര് ഓക്സിജനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനി പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 2018 സ്റ്റാർട്ട് ചെയ്ത് ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈലിൽ മിനിമം 5 ഇയർ കഴിഞ്ഞ കമ്പനിയാണെങ്കിൽ ബെസ്റ്റ്. കാരണം ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി 5 ഇയർ താണ്ടി കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ഓൺ ആയി എന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പേർട്സ് പറയുന്നത്. സോ 2018 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 6 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത കമ്പനിയാണ്. ബാംഗ്ലൂരു ആണ് കമ്പനിയുടെ ആസ്ഥാനം, ബാംഗ്ലൂരിൽ എലഹങ്കയിലാണ്. ഓൺ R&D ഡിപ്പാർട്ട്മെന്റ് കമ്പനിക്കുണ്ട്, ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ഓൺ സയൻറ്റിസ്റ്റുമുള്ള കമ്പനിയാണ് നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രോഡക്ട്സുകളുള്ള, അതായത് നമ്മുടെ പ്രോഡക്ട്സുകളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് വെബ്സൈറ്റിലുണ്ട്. 15 പ്രോഡക്ട്സ് ഇന്ന് കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ 17 പ്രോഡക്റ്റിന് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള കമ്പനി ഇന്ത്യയിൽ വേറെ ഒരു കമ്പനിക്കും 10ൽ കൂടുതൽ പ്രോഡക്ട്സ് ഇല്ല. ഇന്ന് അഭിമാനിക്കാം. ഓൾറെഡി കേരള ഗവൺമെൻറ് ഔട്ട് ചെയ്തു, കേരളം ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ് ആവാൻ പോകുന്നു. അപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽനസ് കാറ്റഗറിയിലെ, അതായത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നല്ല ജലം, നല്ല വായു, നല്ല ആഹാരം, ഇതൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മലിനമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂട്രീഷണലായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള പല പോഷകാഹാരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നില്ല. ആ പോഷകാഹാരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് വഴി, നമ്മുടെ കമ്പനി വെൽനസ് കാറ്റഗറിയിൽ വരുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് വഴി നമ്മളിലേക്ക് സൂപ്പർ പ്രോഡക്ട്സ് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ കാറ്റഗറി. 100% നാച്ചുറൽ ആണ്, 100% ഹെർബൽ ആണ്, 0 കെമിക്കൽ ആണ്, 0% ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അടങ്ങിയതാണ്. അത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്നുമില്ല. ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, GMP സർട്ടിഫിക്കേഷൻ ഉണ്ട്, ISO സർട്ടിഫിക്കേഷൻ, എല്ലാ സർട്ടിഫിക്കേഷൻസും നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കമ്പനിയുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് ഡോക്ടർ അബ്ദുൽ അർഷദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ വിഷനറി എന്ന് പറയുന്നത്. 30 ഇയേഴ്സ് അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഇനി കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലും മധുസൂദനൻ സാറും ഒബൈദ് സാറും ജനറൽ മാനേജറായിട്ട് വരുന്ന സുധാകരൻ സാറും ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണ്. പ്ലസ് കമ്പനിയുടെ ട്രെയിനറായിട്ട്, അതായത് കോർപ്പറേറ്റ് ട്രെയിനറായിട്ട് വരുന്നത് എഡിസൺ ഫ്രാൻസ് സാറാണ്. പിന്നെ അതേപോലെ കോർപ്പറേറ്റ് മെൻറ്ററായിട്ടും പ്രേംജി അദ്ദേഹം കൂടിയുണ്ട്. അതിലുപരി കമ്പനിയുടെ വെൽനസ് സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ ഇറക്കുന്നതിന് കമ്പനിയുടെ ഓൺ സയൻറ്റിസ്റ്റ് ആയിട്ട് നമുക്കൊരു ഡോക്ടർ സജീവ് കുമാർ സാറും, അദ്ദേഹം ഒരു സൂപ്പർ സയൻറ്റിസ്റ്റ് ആണ്. ഇനി റിട്ടയർഡ് DMO ആയിട്ട് വരുന്ന മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ കൂടെ, സുരേഷ് സാറും കൂടി നമുക്കൊരു ഡോക്ടറായിട്ട് നമ്മുടെ കൂടെ വെൽനസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ട് കൂടെ ഉണ്ട്. സോ കമ്പനിയുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണ് എന്നതാണ് സാരം. പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിൽ ഇനി നമുക്ക് പ്ലാൻ സ്ട്രോങ് ആണോ എന്ന് നോക്കാം. പ്രൊഫൈൽ സ്ട്രോങ് ആണ്, ഇനി പ്ലാൻ സ്ട്രോങ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും രജിസ്ട്രേഷൻ ഫ്രീ ആയിരിക്കണം. ഇവിടെയും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. 3 ടൈപ്പ് ഇൻകം ആണ് ഫസ്റ്റ് പർച്ചേസ് സെഗ്മെൻറ്റിൽ നമുക്ക് തരുന്നത്. 3 ടൈപ്പ് ഇൻകം ആണ് ഫസ്റ്റ് പർച്ചേസ് സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. അതിലൊന്ന് സ്റ്റാർട്ടപ്പ് ബോണസ് ആണ്. ഒരു ബിസിനസ് അവസരമായിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഈ കമ്പനിയുടെ 5 ക്ലബ്സിൽ
ആദ്യത്തെ 2 ക്ലബ്ബുകളാണ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്ലബ്ബിൽ 10 RP 1 RP is equal to 100 rupees. 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് അവസരമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. ആവറേജ് 1000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1000, 1200, 1100, 1300, 1600, 2000, 3000, 4000 ഒക്കെ വരുന്ന പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. അതിൽ മിനിമം ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റും കിട്ടും, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഫ്രീ. ഈ ഒരു ഫ്രീ ആയി കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ തയ്യാറായാൽ ഈ ഒരു ബിസിനസ്സിലൂടെ ഹ്യൂജ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ലിസൺ കെയർഫുള്ളി. ഇവിടെ 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലബിലാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 1000 രൂപയിൽ അധികം വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടർനേറ്റീവ് ആൻഡ് കോർപ്പറേറ്റീവ് എന്ന് പറയുന്ന 2 ചാനലുകൾ നമുക്കുണ്ടാവും. ഓക്കെ, ഇവിടെ ആൾട്ടർനേറ്റീവ് ആണ് ലെഫ്റ്റ് ചാനൽ, അവിടെ കോർപ്പറേറ്റീവ് ആണ് റൈറ്റ് ചാനൽ. ഈ ഒരു ആൾട്ടർനേറ്റീവ് ചാനലിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ചാനലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ലെഫ്റ്റ് ചാനലിലേക്ക് നമ്മൾ റെഫർ ചെയ്താൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെന്ന വ്യക്തി എന്നെയാണ് റെഫർ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഒരൊറ്റ റെഫറലിന് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കമ്പനി 50 rupees റെഫറൽ ബോണസ് ആയിട്ട്, അതായത് സ്റ്റാർട്ടപ്പിൻ്റെ ബോണസ് ആയിട്ട് തരും. ഓക്കെ, 50 rupees ഒരു പ്രൊഡക്റ്റ്, ഒരു 1000 എബോവ് വരുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു 50 rupees. 1000 rupeesൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു 100 rupee ഹാൻഡ്ലിംഗ് ചാർജും കൂടി എക്സ്ട്രാ. നമുക്ക് 1100 രൂപ, മിനിമം 1099 രൂപക്ക് നമുക്കൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തരും. ഒറ്റ റെഫറലിന് 50 rupees കിട്ടി. രണ്ടാമതും റെഫർ ചെയ്യാം, മൂന്നാമതും റെഫർ ചെയ്യാം, നാലാമതും റെഫർ, എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം. ആ ഓരോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്തും റെഫറൽ ബോണസ് ആയിട്ട്, സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് 50 വെച്ച് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന്, നമ്മുടെ ഫാമിലി സർക്കിളിൽ നിന്നൊക്കെ നമുക്ക് 50 rupees കിട്ടും. പക്ഷേ ഇവിടെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ മാച്ചിങ് ബോണസ് അല്ലെങ്കിൽ ടീം ബോണസ് ആണ്. ടീമിലൂടെ വരുന്ന ഇൻകം. ആദ്യം പറഞ്ഞത് നമ്മൾ ഇൻഡിവിജ്വലായി ചെയ്യുന്നതാണെങ്കിൽ, ഇനി ടീം ബിസിനസ്സിലൂടെ വരുന്ന ഇൻകം എന്താണെന്ന് നോക്കാം. 2 ചാനലുകളാണെന്ന് പറഞ്ഞു. 2 ചാനലിൽ ഒന്നാമത്തെ ചാനലിൽ എ എന്ന് പറയുന്ന വ്യക്തിയും രണ്ടാമത്തെ ചാനൽ ബി എന്ന് പറയുന്ന വ്യക്തിയും വരുമ്പോൾ നമുക്ക് 100 rupees കിട്ടി. പക്ഷേ അവിടെ ഒരു പെയർ, ആൾട്ടർനേറ്റീവ് കോർപ്പറേറ്റീവ് ഒരു പെയർ മാച്ച് ചെയ്യുന്നുണ്ട്. ഒരു പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെയറിന് 200 rupees നമുക്ക് ഒരു ബോണസ് ആയിട്ട് കമ്പനി തരും, ടീം ബോണസ് ആയിട്ട്. ഓക്കെ, ഒരു പെയറിന് ഈ 200 നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഒരു എലിജിബിലിറ്റി ഉണ്ട്. നമ്മുടെ ആൾട്ടർനേറ്റീവോ അല്ലെങ്കിൽ കോർപ്പറേറ്റീവോ ആയ ചാനലിൽ ഈ ഒരു എയുടെയോ ബിയുടെയോ ടീമിൽ അവർക്കും ഉണ്ടാവും 2 വിങ്, 2 ചാനൽ. അതിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു പുതിയൊരു ബിസിനസ് കൂടി വന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ 200 നമ്മുടെ അക്കൗണ്ടിലേക്ക് റിലീസാവും. ഇത് ആദ്യത്തെ ക്രൈറ്റീരിയ മാത്രമാണ്. 2:1 ഓർ 1:2 റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇതിവിടെ പെയർ മാച്ചായി. അപ്പോൾ 3 പ്രൊഡക്റ്റ് സെല്ലായപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ 200 + 100 300 രൂപ. പക്ഷേ പിന്നീട് എക്കും ബിക്കും ഇതേ അവസരമുണ്ട്. എ എന്ന് പറയുന്ന വ്യക്തി ഒരു 5 പേര് ഈ ഒരു ബിസിനസ്സിലേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചു. ഇവിടെ ബി എന്ന് പറയുന്ന വ്യക്തിയും കൂടെ വന്ന ഈ ഒരു സി എന്ന് പറയുന്ന സുഹൃത്തും ഒരു 5 or 6 പേര്, ഒരു 10 പേര് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചു. ഈ സമയത്ത് അവിടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങളെന്ന വ്യക്തിയുടെ ലെഫ്റ്റ് ചാനലിൽ 5ഉം റൈറ്റ് ചാനലിൽ, അതായത് കോർപ്പറേറ്റ് ചാനലിൽ വരുന്നത് 10 സെയിലുമാണ്. അപ്പോൾ സെയിലിനെ കാൽക്കുലേറ്റ് ചെയ്ത് 5 ജോഡി സെയിലിന് ഒരു ജോഡിക്ക് 200 ആണെങ്കിൽ 5 ജോഡിക്ക് 1000 രൂപ ടീം ബോണസ് ആയിട്ട് തരും. ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. ഇത് വെറുതെ കിട്ടുന്നില്ല, അതിനുള്ള എഫേർട്ടിനുള്ള പ്രതിഫലമാണ്. ഇങ്ങനെ 5 ജോഡി, 10 ജോഡി, 15 ജോഡി, 20 ജോഡി, ഒരു ദിവസം മാക്സിമം 25 പെയർസിൻ്റെ 5000 rupees വരെയാണ് നമുക്ക് ഒരു ദിവസത്തെ ഇൻകം. ക്ലിയർ? ഇങ്ങനെ ഡെയിലി 5000 രൂപ നമുക്ക് പ്രൊഡക്റ്റ് സെല്ലിങ്ങിലൂടെ ടീം ബോണസിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 3 ID ഓട്ടോമാറ്റിക്കലി നിങ്ങളെന്ന വ്യക്തി 01, 02, 03 3 ID ഓട്ടോമാറ്റിക്കലി നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി കമ്പനി തരും. നമുക്ക് 3 IDയിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ 3 IDയിൽ രജിസ്ട്രേഷൻ IDയിൽ നിന്നും 5000 വെച്ച് ഡെയിലി 15000 രൂപ വരെ ഏൺ ചെയ്യാം. മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 4.5 lakh rupees. അപ്പോൾ ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആർക്കും ബിസിനസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ട് ടീമിലൂടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യിപ്പിച്ചിട്ട് ഹ്യൂജ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിൽക്കുന്നില്ല ഈ ബിസിനസ്. കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ട്രഷർ ബൈനറി മെക്കാനിസം ആദ്യമായി കൊണ്ടുവന്ന കമ്പനിയാണ് നമ്മുടെ ഓക്സിനോ ഇന്റർനാഷണൽ ട്രഷർ ബൈനറി പ്ലാൻ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രഷർ ബൈനറി പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും കുഴപ്പമുണ്ടാവണമെന്നില്ല. അതേസമയം ഇവിടെ 100 RPയുടെ ഒരു 10,000+ വരുന്ന ക്ലബിലേക്ക് വരാനും വലിയ കുഴപ്പമുണ്ടാവണമെന്നില്ല. ഓക്കെ, ഒരു പെട്ടിക്കട നടത്തണമെങ്കിൽ പോലും നമ്മുടെ ഒരു 19,000 രൂപ ചിലവാക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ ഒരു ദിവസത്തെ ഇൻകത്തിൽ ലിമിറ്റ് ഉണ്ട്. ഇവിടുത്തെ ഇൻകത്തിൻ്റെ ലിമിറ്റ് ലക്ഷങ്ങളാണ്. പ്രൊഡക്റ്റും കിട്ടുന്നു, ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നു. സോ നിങ്ങൾ വന്നത് പ്രീമിയം ക്ലബിലാണെങ്കിൽ പ്രീമിയം ക്ലബിൽ ഒരു പ്രോഡക്റ്റ് പ്രീമിയം ക്ലബിൽ നിരവധി പ്രോഡക്ട്സുകളുണ്ട്. അവിടെ ഒരു പ്രൊഡക്റ്റ് സെല്ലാവുന്ന സമയത്ത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 500 രൂപയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇവിടെ പ്രീമിയം ബോണസ്. ഇവിടെ സ്റ്റാർട്ടപ്പ് ബോണസ്, ഇവിടെ പ്രീമിയം ബോണസ്. ദെൻ ഇവിടെ ഒരു പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പെയറിന് ഇവിടെ ടീം ബോണസ് ആയിട്ട് വരുന്നത് 2000 rupees 2000 രൂപയാണ്. ഈ എല്ലാ എമൗണ്ടിൽ നിന്നും 5% TDS കഴിച്ച് ആ TDSനെ ഗവൺമെൻറ്റിലേക്ക് കമ്പനി അടച്ചിട്ട് നമുക്ക് തുക കിട്ടുന്നത്. ഓക്കെ, 5% TDSും 5% കമ്പനിയുടെ അലോക്കേഷൻ സർവീസ് ചാർജും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ കാൽക്കുലേഷൻ 2000 രൂപ ഒരു പെയർ മാച്ച് ചെയ്തപ്പോൾ കിട്ടി. സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞ പോലെ 2 പേരും 3 പേരും, കാരണം A എന്ന് പറയുന്ന വ്യക്തിയും Bയും Cയും ഒക്കെ ഈ ബിസിനസ്സിലേക്ക് പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും. ഈ ഓരോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴും ഓരോ ജോഡിക്കും 2000 രൂപ വെച്ച് ഡെയിലി. ഇവിടുത്തെ ലിമിറ്റ് 10 ജോഡിയാണ്. ഇവിടുത്തെ സീലിംഗ് ലിമിറ്റ് 25 പേരാണെങ്കിൽ 25 പേർ സെയിലാണെങ്കിൽ ഇവിടെ 10 പേർ സെയിലാണ് എന്ത് ഇവിടുത്തെ സീലിംഗ് ലിമിറ്റ്. ദാറ്റ് മീൻസ് ഡെയിലി 20,000 rupees നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പ്രൊഡക്റ്റ് IDയിൽ നിന്നും. നമുക്ക് 3 പ്രീമിയം ID ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും 20,000 × 3 നമുക്ക് വെറും 2 സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്താൽ ഡെയിലി 20,000 + 5,000 25,000 ഏൺ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേസമയം 3 പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മളെടുത്ത് വന്നത് തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിലൂടെ ടീം ബോണസ് ആയിട്ട് മാത്രം ഡെയിലി ടീമുകളിൽ നിന്നായിട്ട് നമുക്ക് കിട്ടുന്നത് 25,000 × 3 75,000 പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റുന്ന ബിഗ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, ഇനി എല്ലാവർക്കും ചിലപ്പോൾ ഈ പ്രീമിയം നെക്സ്റ്റ് മില്യൺ ക്ലബ്ബാണ്, അത് 1 lakh above വരും. ഓക്കെ, ആ ക്ലബിലേക്കൊക്കെ എങ്ങനെ എത്തും? അല്ലെങ്കിൽ ഈ ഒരു ബില്യൺ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 RP ഇവിടെ 10,000 RPയുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫ്യൂച്ചറാണ് കമ്പനിയുടെ. സോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഈ 2 ക്ലബ്ബുകളിൽ നിന്ന് എങ്ങനെ ഈ ക്ലബിലേക്ക് മില്യൺ ക്ലബിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ട്രഷർ ബൈനറി മെക്കാനിസം അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എവറി തേർഡ് നമുക്ക് കിട്ടുന്ന ഓരോ പെയറിൽ നിന്നും എവറി തേർഡ് മൂന്നാമത്തെ പെയർ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പെയർ മാച്ച് ചെയ്തു, രണ്ടാമത്തെ പെയർ മാച്ച് ചെയ്തു, മൂന്നാമത്തെ പെയർ മാച്ച് ചെയ്തു. ഈ മൂന്നാമത്തെ പെയർ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോവും? പ്രീമിയം ക്ലബിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ 3 പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 6 പോവും, 9 പോവും, 12 പോവും. ഇങ്ങനെ എവറി തേർഡ് ജമ്പ് ചെയ്ത് ഈ പ്ലാനിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മൾ ജമ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രീമിയം ക്ലബ് ആക്ടിവേറ്റ് ആവും. ഓക്കെ, അങ്ങനെ പ്രീമിയം ക്ലബ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് വെരി സിമ്പിൾ, നിങ്ങളുടെ പ്രീമിയം ക്ലബ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ജമ്പിങ് കുറച്ച് കാലത്തേക്ക് സ്റ്റോപ്പ് ആവും. അതായത് എവറി തേർഡ് ജമ്പ് ചെയ്ത് ഒന്നുകിൽ അങ്ങനെ ആക്ടിവേറ്റ് ആയാലോ, അതല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തു വന്നാലോ
നേരിട്ട് പ്രീമിയവും സ്റ്റാർട്ടപ്പും എടുത്തിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടപ്പ് പ്ലാനിൽ നിന്നും പിന്നീട് ജമ്പിങ് ഉണ്ടായിരിക്കുന്നതല്ല. എപ്പോൾ വരെ എന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. നമ്മൾ എപ്പോഴാണോ 5 lakh rupees ഇൻകം വാങ്ങുന്നത്, പെയർ മാച്ച് ആവുന്നത്, ആ ഒരു സമയം വരെ നമുക്ക് കമ്പനിയിൽ നിന്നും ഈ ഒരു സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്നും ജമ്പിങ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ന്യൂ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്പാർട്ടൻ എന്ന് പറയുന്ന ഒരു റാങ്ക് ഉണ്ട്. അത് അടുത്തതിൽ വരുന്ന സമയത്ത് ഞാൻ പറയാം. ആ സ്പാർട്ടൻ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന വ്യക്തിയാണ് 5 lakh rupees ഇൻകം വാങ്ങുന്നത്. ഓക്കെ, 5 lakh rupees ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മൾ റെഗുലർ സീലിംഗ് അച്ചീവർ ആയിട്ടുണ്ടാവും. പ്ലസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടുത്ത പ്ലാനിലും നമുക്ക് പെയർ മാച്ച്, ഈ ഒരു പ്ലാനിലും പെയർ മാച്ച് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി മൂന്നാമത്തെ ക്ലബിലേക്ക് എങ്ങനെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പാർട്ടൻ എന്ന് പറയുന്ന ക്ലബ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എവറി തേർഡ് നെക്സ്റ്റ് മില്യൺ ക്ലബിലേക്ക് ഇവിടുന്ന് ജമ്പ് ചെയ്യും. ഇതാണ് ജമ്പ്. അതേസമയം ഇവിടെ എവറി തേർഡ് ഇവിടുത്തെ എവറി തേർഡ് ഇതിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഇത് നോർമലി എല്ലാ എവറി തേർഡും ജമ്പ് ചെയ്യും. തേർഡ് ജമ്പ് ചെയ്ത് ഒരു ദിവസം ഇത് അങ്ങോട്ട് ആക്ടിവേറ്റ് ആവും. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. നിങ്ങൾ ചിന്തിക്കേണ്ട എത്രേ ഉള്ളൂ. നിങ്ങൾ എന്ന വ്യക്തി മില്യൺ ക്ലബ് ആക്റ്റീവായി എങ്കിൽ നിങ്ങളുടെ റെഫർ ചെയ്ത ഈ ഒരു എ എന്ന് പറയുന്ന വ്യക്തിയും നാളെ ആക്റ്റീവ് ആവും. അങ്ങനെ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇവിടെ 50 ആണ്, ഇവിടെ 500 ആണ്, അവിടെ 5000 ആണ്, 5000 rupees ആണ്. അവിടെ ഒരു പ്രൊഡക്റ്റ് സെല്ലാവുന്ന സമയത്ത്, ഒരാൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം 5000 rupees ഒരൊറ്റ റെഫറലിനാട്ടോ. ഇനി ഇവിടെ ഒരു പെയർ മാച്ച് ചെയ്താൽ, ലെഫ്റ്റും റൈറ്റും ചാനലുകളായിട്ട് 2:1 റേഷ്യോയിൽ ആദ്യത്തെ പെയർ മാച്ച് ചെയ്താൽ ഇവിടെ 20,000 ആണ് എന്ത് പെയർ മാച്ച് ബോണസ്. ഇവിടെയും 10 ജോഡി 10 പെയറാണ് പ്രൊഡക്റ്റ് സെല്ലിങ്ങിൽ പെയർ മാച്ച് ഇൻകം, മാക്സിമം ഇൻകം. ദാറ്റ് മീൻസ് ഇവിടെ 2 lakh ആണെങ്കിൽ ഇവിടുത്തെ ലിമിറ്റ് 20,000 ആണെങ്കിൽ ഇവിടുത്തെ ലിമിറ്റ് 2 lakh ആണ്. 20,000 × 10 2 lakh rupees ഡെയിലി. ഒരു ഹ്യൂജ് ഇൻകം അല്ലേ. നെക്സ്റ്റ് 3 ഐഡി ഉണ്ട്. 3 ഐഡിയും ഇതേപോലെ 2 lakh എന്തെങ്കിലും 1-2 വർഷം എടുത്തിട്ട് ഡെയിലി 2 lakhലേക്ക് 3 ഐഡി എത്തിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ സമയ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്താൻ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി. ഇനി ബില്യൺ ക്ലബും ട്രില്യൺ ക്ലബും ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ ഓരോ 0 കൂടും. ബില്യൺ ക്ലബിലേക്ക് വീണ്ടും ഒരു 0 കൂടും. ട്രില്യൺ ക്ലബിലാണെങ്കിൽ ഒറ്റ റെഫറൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 0 കൂടും. ഇവിടെയും 0 കൂടും. ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ ട്രഷർ ബൈനറി മെക്കാനിസത്തിലൂടെ വെറും 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിലൂടെ ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിക്ക് പോലും 1,22,25,000 രൂപ പെർ ഡേ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എഫേർട്ട് പാഷനേറ്റ് ആയിട്ട് ആരൊക്കെ ചെയ്യുന്നുണ്ടോ ഡെഫിനറ്റ്ലി ദേ വിൽ അച്ചീവ്. 2020, 29, 30 ഒക്കെ ആവുന്ന സമയത്ത് ഒരുപാട് അച്ചീവേഴ്സ് ഈ ഒരു ക്ലബിലേക്കുണ്ട്. കാരണം ഈ ഒരു ക്ലബ്ബ് ഇന്ന് നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് 2024 ഒക്ടോബർ മാസത്തിൽ കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് 3 മാസം പ്രായമായ പ്ലാനാണ്. ഈ ഒരു ട്രഷർ ബൈനറി മെക്കാനിസം ഓക്സി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഗ്യാരണ്ടി ഈ ഒരു കമ്പനിയിൽ നിരവധി അച്ചീവേഴ്സ് ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ടാകും. കാരണം ഇന്ത്യ അത്രയധികം ഈ ഒരു ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ 1,22,00,000 വിട്ടേക്കും. ഇതിൻ്റെ ഒരു 1% സംഭവിച്ചാൽ, ഒരൊറ്റ ശതമാനം സംഭവിച്ചാൽ ഡെയിലി ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സൂപ്പർ ഓപ്പർച്യൂണിറ്റി. ഇനി അതല്ല, നമ്മൾ പറഞ്ഞ 2 ക്ലബ്ബുകൾ, ലാസ്റ്റ് പറഞ്ഞ 2 ക്ലബ്ബുകളും ഒഴിവാക്കിയാൽ പോലും ആദ്യത്തെ 3 ക്ലബ്ബുകളിൽ നിന്ന് മാത്രം എവറി തേർഡ് ജമ്പ് ചെയ്താൽ പോലും 1,35,00,000 രൂപ മന്ത്ലി റെഗുലർ സീലിംഗ് ആവുന്ന വ്യക്തിക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്
പ്രീമിയം ക്ലബ്ബ്, മില്യൺ ക്ലബ്ബ്, ഇങ്ങനെ 3 ക്ലബ്ബുകളിൽ നിന്നായിട്ട് ഒരു സൂപ്പർ ഇൻകം ഏൺ ചെയ്യാണ്. നെക്സ്റ്റ് ITB, ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്. അപ്പോൾ എന്താ ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. നമ്മൾ എത്ര ഇൻകം ആണോ വാങ്ങുന്നത് ആ ഇൻകത്തിൻ്റെ ഏകദേശം പാതി തന്നെ നമുക്ക് കമ്പനി ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് തരുന്നു. നമുക്ക് ആദ്യം നമ്മൾ കേട്ടത് സ്റ്റാർട്ടപ്പ് ബോണസ്, നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം. 2 ടീം ബോണസ്, നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന വ്യക്തി, അവരുടെ വ്യക്തികൾ, അവരുടെ ടീം അംഗങ്ങൾ ഒക്കെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണസ്. അപ്പോൾ മൂന്നാമത് ഓൾ ഓവർ കമ്പനിയിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്നും നമുക്ക് ഓരോ സെയിലിൽ നിന്നും നമ്മളിലേക്ക് കമ്പനി 5% ആവറേജ് മാറ്റിവെച്ച് ഓരോ പ്രൊഡക്റ്റ് സെല്ലിങ്ങിൽ നിന്നും മാറ്റിവെച്ച് ITBയിലേക്ക് മാറ്റിവെക്കും. ആരൊക്കെയാണോ റാങ്ക് അച്ചീവേഴ്സ് ഉള്ളത് ഇവിടെ ഓരോ റാങ്ക് അച്ചീവേഴ്സിനും കമ്പനി ഈക്വൽ ആയിട്ട് ആ പറയുന്ന സംഖ്യ കമ്പനി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഓക്സി റൈസർ എന്ന് പറയുന്ന റാങ്ക് അടിക്കണമെങ്കിൽ 10,000 റുപ്പീസിൻ്റെ ഇൻകം വാങ്ങണം. അങ്ങനെ വാങ്ങിയാൽ 5,000 റുപ്പീസ് ITB നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 10,000 ആദ്യത്തെ ടാർഗറ്റ് നമ്മൾ 10,000 റുപ്പീസ് ഇൻകം വെക്കുന്നതെങ്കിൽ സ്റ്റാർട്ടപ്പിലൂടെയോ അല്ലെങ്കിൽ പ്രീമിയത്തിലൂടെയോ അല്ലെങ്കിൽ മിക്സ് ആയിട്ടോ നമുക്ക് പെയർ മാച്ച് ചെയ്ത് 10,000 നിങ്ങൾക്ക് മാച്ച് ആയി കഴിഞ്ഞാൽ, അത്രയും പ്രൊഡക്റ്റ് സെല്ലായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ITB ജനറേറ്റ് ആവും. 5,000 റുപ്പീസ് ആണ് നമുക്കവിടെ ജനറേറ്റ് ആവുന്നത്. ഇനി 5,001 നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത റാങ്ക് ടച്ച് ചെയ്യണം ഓക്സി റൈഡർ ആവണമെങ്കിൽ 20,000, 10,000 പ്ലസ് 10,000, 20,000 രൂപ ഇൻകം വാങ്ങിയാൽ, വരുമാനം വാങ്ങിയാൽ, ടീം ബോണസിൻ്റെ ഇൻകം വാങ്ങിയാൽ 10,000 രൂപ നമുക്ക് ITB കിട്ടും. ഇനി മൂന്നാമത്തെ റാങ്ക് ഓക്സി റേഞ്ചർ. ഇപ്പോൾ 50,000 ഇൻകം വാങ്ങിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 25,000 രൂപ ബോണസ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഒരു 15 റാങ്കുകളുണ്ട് ITB കൊടുക്കുന്ന റാങ്കുകൾ. ITB ഇല്ലാത്ത റാങ്ക് ഉണ്ട് ഓക്സി സ്റ്റാർ, 5,000 രൂപ വാങ്ങിയ ഓക്സി സ്റ്റാർ ആണ്. പക്ഷെ ഇവിടെ ITB കൊടുക്കുന്ന 15 റാങ്കുകളിൽ 15ാമത്തെ റാങ്ക് ഓക്സി എംപറർ എന്ന് പറയുന്ന റാങ്കാണ് 15ാമത്തെ റാങ്ക്. ഈ റാങ്ക് ടച്ച് ചെയ്യണമെങ്കിൽ ടോട്ടൽ 200 കോടിയുടെ പെയർ മാച്ച് വരണം. അങ്ങനെ വന്നാൽ 100 കോടി രൂപയാണ് കമ്പനി നമ്മളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എവറി മന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഓക്സി റൈസർക്ക് 5 അല്ലെങ്കിൽ 6 ചിലപ്പോൾ 3 4 മാസം കൊണ്ടാവും ഈ ഒരു 5,000 കിട്ടുക. അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഡിപ്പെൻസ് ഓൺ ബിസിനസ്. എത്ര അച്ചീവേഴ്സ് ഉണ്ട് അവരിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 100 crore ആ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക്, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ അത് അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് മാസം ലക്ഷക്കണക്കിന് രൂപ എന്ത് വരും? ITB മാത്രം വരും. അപ്പോൾ ഇവിടുത്തെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് 100 crore മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി അതിനപ്പുറത്തേക്ക് ഈ ഒരു റാങ്ക് ടച്ച് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വാഷ് ഔട്ട് ഓൾസോ കാൽക്കുലേറ്റ്, അതായത് ഫ്ലഷ് ഔട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മളിൽ ഒരു ദിവസം മിനിമം 200 രൂപ മുതൽ മാക്സിമം 5,000 രൂപ വരെയാണ് എന്ത് സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക്. ഇനി 50 ജോഡി മാച്ച് ചെയ്താലും 5,000 ഉള്ളൂ. 50 ജോഡി പ്രൊഡക്റ്റ് സെല് ചെയ്താൽ 5,000 ഉള്ളൂ. ഇനി 50,000 രൂപയുടെ മാച്ച് നടന്നാലും 5,000. അപ്പോൾ ബാക്കി വരുന്നതുണ്ടല്ലോ, അതിൻ്റെ ഫ്ലഷ് ഔട്ട് എന്ന് വരും. ആ ഫ്ലഷ് ഔട്ടും കൂടെ ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ റാങ്കിനെ മാറ്റി 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 നമുക്ക് തരും. അതായത് 200 crore ഇൻകം വാങ്ങണമെന്നില്ല. ചിലപ്പോൾ ഒരു 20 crore ഇൻകം വാങ്ങിയാൽ പോലും, ചിലപ്പോൾ ഒരു 10 crore വാങ്ങിയാൽ പോലും ബാക്കി ഫ്ലഷ് ഔട്ട് ആയി വരും. ആ ഫ്ലഷ് ഔട്ട് ആയതും കൂടി ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും സൂപ്പർവായിട്ടുള്ളൊരു ഇൻകം നമ്മളിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുകൂടി ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ITB മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പും തന്നെ മാച്ച് ചെയ്യണില്ല, സ്റ്റാർട്ടപ്പും പ്രീമിയവും അല്ലെങ്കിൽ പ്രീമിയവും മില്യനും ഇങ്ങനെയൊക്കെ മാച്ചിങ് കാൽക്കുലേറ്റ് ചെയ്യും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇൻകം സൂപ്പർബ് ഇൻകമാണ്. ഒരു രക്ഷയില്ലാത്ത ഇൻകം. ശരിക്കും ഇതാണ് നമ്മുടെ ലൈഫ് ഗോളായിട്ട് അല്ലെങ്കിൽ ലൈഫിലെ എക്സ്ട്രീം ലെവൽ ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കാരണം റീപർച്ചേസ് ഇൻകത്തിൽ നമുക്ക് 8 ടൈപ്സ് ഓഫ് ഇൻകം ഉണ്ട്. ആദ്യം 3 ടൈപ്പ് ആണെങ്കിൽ ഇവിടെ 8 ടൈപ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്നാണ്. അതിൽ മെയിനായിട്ട് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സ് വീണ്ടും നമ്മുടെ ടീം അംഗങ്ങൾ
അവർ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു, വീണ്ടും വീണ്ടും പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റീപർച്ചേസിംഗ് കിട്ടും. ദെൻ ആമസോൺ, ആമസോൺ എന്ന് പറയുന്ന ഓക്സിയുടെ സൈറ്റിൽ നിന്ന് ആമസോണിൻ്റെ സൈറ്റിലേക്ക് ഒരു എൻട്രി ഉണ്ട്. അങ്ങനെ അവിടെ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഡിസ്കൗണ്ട് ആണ്, ഇനി നാളെ ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ നിന്നും റീപർച്ചേസ് ഇൻകം ജനറേറ്റ് ആവും. ഇനി ടൈപ്പ് ഷോപ്സ്, ഇതൊരു സൂപ്പർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. ടൈപ്പ് ഷോപ്പ് ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. എവറി പിൻകോഡിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പിൻകോഡുകളുണ്ട്. എൻ്റെ നാട്ടിൽ പിൻകോഡ് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെ ആവും ഏവറേജ്. ഇതിനെ 2 തിരിക്കും, ഒരു 2 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെ അവിടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ്, ഇപ്പോൾ ചെറിയ ചെറിയ ഷവർമ ഷോപ്സ്, ഇനി അതല്ലെങ്കിൽ ഹോട്ടൽസ്, അല്ലെങ്കിൽ പെട്രോൾ പമ്പ്സ്, ടെക്സ്റ്റൈൽ, വെജിറ്റബിൾ ഷോപ്പ്, ഫിഷ് ഷോപ്പ്, ബാർബർ ഷോപ്പ്, മീറ്റ്, ഇറച്ചി, എന്ത് വേണമെങ്കിലും നമ്മുടെ ഓക്സി ഷോപ്പിയുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. കമ്പനിയുടെ ചാനൽ പാർട്ണറായിട്ട് ടൈപ്പ് ചെയ്യാം. ഒരു അഡീഷണൽ പ്രിവിലേജ് ആണ്. അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ടൈപ്പ് ചെയ്ത വ്യക്തികൾക്ക് ഒരു ഇൻകം ഉണ്ട്. അതിലുപരി നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്കൊക്കെ ടീം അംഗങ്ങളായി, ആയിരക്കണക്കിന് കസ്റ്റമേഴ്സായി, ബിസിനസ് ചെയ്യുന്നവരെല്ലാം കസ്റ്റമേഴ്സായി. ബിസിനസ് ചെയ്യുന്നവർ എന്തായാലും പർച്ചേസ് ചെയ്യും. കസ്റ്റമേഴ്സിന് ഒരു സ്പെഷ്യലായിട്ട് ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പോയിട്ട് ഡിസ്കൗണ്ട് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മുടെ നാട്ടിലുള്ള നല്ല ടെക്സ്റ്റൈൽസുമായിട്ട് നമ്മുടെ കമ്പനിക്ക് ടൈപ്പ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോഗ്രാം വരുമ്പോൾ ആദ്യം പോകുന്നത് ആ ടെക്സ്റ്റൈൽസിലേക്കാണ്. നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ, നമ്മുടെ ടീം അംഗമാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു വരുമാനമുണ്ട്. സൂപ്പർ ഓപ്പർച്യൂണിറ്റി. ഇതാണ് ഇൻ ഫ്യൂച്ചർ ഓക്സി എന്ന് പറയുന്ന കമ്പനിയെ ലോകോത്തര നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷനിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻകം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീറ്റെയിൽ ബോണസ് ഉണ്ട്. ഓൺ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന സമയത്ത് റീറ്റെയിൽ ബോണസ് ഉണ്ട്. റെഡീം വൗച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളൊക്കെ ഏത് പ്രൊഡക്റ്റ് എടുത്തിട്ടാണോ വന്നത്, എത്ര രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണോ വന്നത്, നമുക്ക് ദ സെയിം എമൗണ്ടിന് ഈ ടൈപ്പ് ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ക്യാഷ് ബാക്ക്, ഓരോ പർച്ചേസിലും ഓൺ പ്രൊഡക്ട്സ് ആണെങ്കിലും ടൈപ്പ് ആണെങ്കിലും ക്യാഷ് ബാക്ക് ഉണ്ട്. ഓക്കെ, ഐഡികൾ ഉള്ളവർക്കും ഈ റെഡീം വൗച്ചർ ഉള്ളവർക്കും മാത്രമാണ്. ഓക്കെ, ഒരു ഫ്രീ ഐഡിയിൽ പോയിട്ടൊന്നും നമുക്ക് ലഭിക്കില്ല. അടുത്തത് ലെവൽ ഇൻകം ആണ്. നമ്മുടെ പർച്ചേസ് അല്ല, നമ്മുടെ ടീം അംഗങ്ങളിൽ 19 ലെവലിൽ നിന്നും ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. ഇവരൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ലെവൽ ഇൻകം ഉണ്ട്. ദെൻ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. ഇതിലും റാങ്കുകൾ ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതിലുപരി ഇവിടെ എക്സ്ട്രാ ഒരു 14 റാങ്ക് ഉണ്ട്. ആ 14 റാങ്കുകളിൽ 3-ാമത്തെ റാങ്ക് മുതൽ 14-ാമത്തെ റാങ്ക് വരെ നമുക്ക് അവിടെ റിവാർഡ്സ് ഉണ്ട്. 2000 രൂപ മുതൽ 10 കോടി രൂപ വരെ വരുന്ന റിവാർഡ്സ് ഓരോ റാങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ദെൻ 3-ാമത്തെ റാങ്ക് മുതൽ നമുക്ക് 7-ാമത്തെ റാങ്ക് വരെ ഡെവലപ്മെൻറ്റ് ഇൻകം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ട്. ഗ്ലോബൽ റോയൽറ്റി എന്ന് പറയുന്ന ഒരു റോയൽറ്റി 8-ാമത്തെ റാങ്ക് മുതൽ, റീപർച്ചേസിലെ 8-ാമത്തെ റാങ്ക് മുതൽ 14-ാമത്തെ റാങ്ക് വരെ ഗ്ലോബൽ റോയൽറ്റി ഉണ്ട്. ദെൻ ഷോപ്പ് ടൈപ്പ് ഇൻകം, നമുക്ക് എത്ര ഷോപ്പ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ കമ്പനി ഒരു എലിജിബിലിറ്റി പറയും. ആ വ്യക്തിയെ സമയത്തോളം ഷോപ്പുകൾ ടൈപ്പ് ചെയ്യാം. ആ ഷോപ്പുകൾ ടൈപ്പ് ചെയ്ത വ്യക്തികൾക്ക് ലൈഫിൽ ഒരു എക്സ്ട്രാ ഇൻകം. ആ പിൻ കോഡിൽ ആര് പെട്രോൾ അടിച്ചാലും, ആ ഷോപ്പിൽ പോയിട്ട്, ആ പെട്രോൾ പമ്പ് പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട്, ആ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് ആര് എന്ത് വാങ്ങിയാലും, നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് ടീം നോക്കണ്ട, അവരെന്ത് വാങ്ങിയാലും ടൈപ്പ് ചെയ്ത വ്യക്തിക്ക് ഒരു ടൈപ്പിംഗ് ബോണസ് കൂടി കമ്പനി നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇനി ഏതെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശ്രമിച്ച എല്ലാവർക്കും വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ടു ഓൾ.